നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ആദ്യം തന്നെ നിങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തട്ടെ. ആരും എന്നെ ചീത്ത വിളിക്കരുത്. ഈ ഒരു സിനിമയുടെ DVD പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തയ്യാറാക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണ്. പലതവണയായിട്ട് ഇതിന്റെ DVD റിലീസിംഗ് ഡേറ്റ് മാറിപ്പോയത് കൊണ്ടാണ്. ഇത്തവണ നമുക്ക് തെറ്റാനുള്ള ഒരു സാധ്യതയില്ല. കാരണം സിനിമയുടെ DVD ഇപ്പോൾ നെറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ പറയാൻ പോകുന്ന സിനിമ 2.0 എന്ന് പറഞ്ഞ രജനീകാന്ത് നായകനായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ പുറത്തു വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സി തമിഴ് എന്ന് പറഞ്ഞ ചാനലിലൂടെ ആയിരുന്നു. അതങ്ങനെ തന്നെ സി തമിഴിൽ വരുന്നതായിരിക്കും. പക്ഷേ ഇപ്പൊ ആമസോൺ പ്രൈം എന്ന് പറഞ്ഞ സൈറ്റിലൂടെ സിനിമയുടെ ഒറിജിനൽ HD ഫയൽ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. പല ടെലഗ്രാം സൈറ്റിലും അതുപോലെ തന്നെ തമിഴ് വെബ്സൈറ്റിലും ഒക്കെ സിനിമയുടെ ഒറിജിനൽ പതിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് 2D വേർഷനാണ് വന്നിട്ടുള്ളത്. 3D വേർഷൻ ഒന്നും വന്നിട്ടില്ല. 3Dയിൽ മൊബൈലിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും സിനിമയുടെ ഒറിജിനൽ HD ഫയൽ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരത്തിലൊരു അബദ്ധം പലതവണയായിട്ട് നമുക്ക് സംഭവിച്ചു പോയതിൽ നിങ്ങളോട് ക്ഷമ പറയട്ടെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ആമസോൺ പ്രൈമിൽ വരുന്ന സിനിമകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറില്ല. കാരണം അവർ റിലീസ് ചെയ്യുന്ന ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആർക്കും പാസ് ചെയ്യാറില്ല. അവർ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സി തമിഴിൽ ഏപ്രിൽ 7-ാം തീയതി സിനിമ വരും. ഇന്ന് സിനിമയുടെ ഒറിജിനൽ പതിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. നമുക്ക് വലിയ തുകയുള്ള സാമ്പത്തിക നേട്ടമൊന്നും ഈ ഒരു DVD റിലീസിനെ കുറിച്ച് പറയുന്നതിലൂടെ ഉണ്ടാവുന്നുമില്ല. ഏതായാലും നിങ്ങൾ ക്ഷമിക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.